വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് നോക്കുന്ന ഗൈസ്, ഞങ്ങളിപ്പം തിരുവനന്തപുരത്ത് കുതിരമാളിക എന്ന് പറയുന്ന സ്ഥലത്താണ് ഗൈസ്. കണ്ടോ? അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ എക്സ്പ്ലോർ ചെയ്യാം. ടിക്കറ്റ് എടുത്തിട്ട് നമ്മളൊരു ഇടവഴി കൂടെ പാലസിലേക്ക് പോകുന്നു. നമ്മളിവിടെ ചെരുപ്പ് ഊരി വെക്കണം. ഫോട്ടോ വീഡിയോ എടുക്കാൻ 500 രൂപയുടെ പാസ് എടുത്താൽ വീഡിയോയും ഫോട്ടോയും എല്ലാം എടുക്കാം. ഇവിടെ വെയിറ്റിംഗ് പീരീഡ് അകത്തോട്ട് കയറാൻ. നമുക്ക് താഴെ ചെരുപ്പ് ഊരി വെച്ചിട്ട് ഈ വഴി മേളോട്ട് കയറി വരണം. ഇതാണ് നമ്മുടെ കവാടം. നമ്മളകത്തോട്ട് കയറി. ഇത് കവടിയാർ പാലസിൻ്റെ ഒരു രൂപരേഖ. കുതിരമാളിക പാലസ് ഒറിജിനൽ ആനക്കൊമ്പ്. 1841 സ്വാതി തിരുനാൾ മഹാദേവൻ നിർമ്മിച്ച പാലസ് തിരുവനന്തപുരം. ഇതൊക്കെ ഇതാണ് തിരുവിതാംകൂറിൻ്റെ റൂളേഴ്സ്, 12 പേര്. ഇതൊക്കെ മാർത്താണ്ഡവർമ്മ 1729 സ്റ്റാർട്ട് ചെയ്ത് 1949 വരെ, ഇൻഡിപെൻഡൻസിന് ശേഷം 2 വർഷം രാജഭരണം. ഇതിൽ സ്വാതി തിരുനാൾ ഇവരുടെ പാലസ്. ഇത് മാർത്താണ്ഡവർമ്മയുടെ ഫസ്റ്റ് പാലസ് ഇതാണ്. ഇത് കന്യാകുമാരി പോകുമ്പോൾ തക്കലയാണ്. മണിച്ചിത്രത്താഴ് ചന്ദ്രമുഖിയൊക്കെ ഷൂട്ട് ചെയ്ത പാലസ് ഇതാണ് തക്കല പാലസ്. ഇത് 1601 കൺസ്ട്രക്ഷൻ 200 റൂംസാണ്. ഇതിന് 80 മുറിയാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ 1841 ഇത് അന്നത്തെ തിരുവിതാംകൂറിൻ്റെ എംബ്ലം, 2 ആനയും മുകളിൽ ശംഖുമുദ്രയും. അതിൽ ആർവി നോക്കിയ രാമവർമ്മ. എല്ലാവരുടെ പേരിൻ്റെ അവസാനം രാമവർമ്മ. പേരോ അവർ ജനിച്ച നക്ഷത്രത്തിൽ നോക്കിയ അനുഷൻ തിരുനാൾ, കാർത്തിക തിരുനാൾ, അവിട്ടം തിരുനാൾ, ആയില്യം തിരുനാൾ, ലാസ്റ്റ് ചിത്ര തിരുനാൾ. ചിത്ര തിരുനാൾ 1912 ജനിച്ച് 1991 ജൂലൈ 20 മരിച്ചു. ഹലോ ടിക്കറ്റ് ഏതാണ്? കവടിയാർ പാലസ്. കവടിയാർ കൊട്ടാരം ഇവിടെ നിന്ന് 5 കിലോമീറ്റർ, 105 മുറിയുള്ള കൊട്ടാരം. ഇവിടെ രാജകുടുംബം. ഈ പ്രോപ്പർട്ടി 22 ഏക്കർ, അമ്പലം ഉൾപ്പെടെ, പത്മനാഭസ്വാമി ക്ഷേത്രം, കണ്ട സ്വർണം ഒക്കെ ഇപ്പം അവരുടെ സുപ്രീം കോടതിയിൽ അവരാണ് പിന്നായത്. ഇത് തിരുവിതാംകൂറിൻ്റെ അന്നത്തെ എംബ്ലമാണ്. ഡാൻസിൽ മ്യൂസിഷ്യൻ, കമ്പോസർ, സിംഗർ, റൂളർ, ആർട്ടിസ്റ്റ്. അദ്ദേഹം ഈ 33 വയസ്സിൽ 9 ഭാഷകളിൽ 400 മ്യൂസിക് കമ്പോസ് ചെയ്തു. 33 എന്ന് പറയുമ്പോൾ 15 വർഷം കുട്ടിക്കാലോ. പിന്നത്തെ വർഷം 80 മുറി കൊട്ടാരവും നിർമ്മിച്ചു 33 വയസ്സിൽ. പാലസിൻ്റെ പേര് കുതിരമാളിക. അതിന് കാരണം ഇതിൻ്റെ മുൻവശത്ത് മേളിൽ 122 കുതിര മരത്തിൽ കൊത്തുമണിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുതിരമാളിക എന്ന് പേര്. ഈ കാണുന്നതൊക്കെ ആനക്കൊമ്പുകൾ. ആനക്കൊമ്പുകൾ രാജഭരണകാലത്ത് ആന മരിച്ചാൽ കൊമ്പ് രാജാവ് കളക്ട് ചെയ്യും. ഇന്ന് മരിച്ചാലോ സർക്കാർ കളക്ട് ചെയ്യും. ഒരുപാട് ആനക്കൊമ്പ് ഇവിടെ കൊണ്ട് അങ്ങോട്ട് കാണാം. 1909 തിരുവിതാംകൂറിൽ റീജിയൻ്റെ ഭരണമായിരുന്നു സേതു പാർവതിബായി തമ്പ്രാട്ടി. ഈ തമ്പ്രാട്ടിയുടെ ആജ്ഞയനുസരിച്ച് മാവേലിക്കര നിന്നും വന്ന ഇടവൻകാടൻ പത്മനാഭൻ ആശാരി നിർമ്മിച്ച കഥകളി. ആശാരിയെ നിർമ്മിച്ച പൊന്നില മരം, ദൂരെ മരം, ഫോളൊന്നുമില്ല, ഒറ്റ തടിയാണ്. ഒരു മരത്തിൽ നോക്കി അന്ന് ടെക്നോളജിയോ മെഷീനറിയോ ഒന്നുമില്ല. ആൾക്കാരിരുന്ന് കൈകൊണ്ട് നിർമ്മിച്ച കൈവേല മൊത്തം. അതിൽ തേക്കാണ്, ടീക്കൂടാണ്, തേക്ക് മരമാണ്. നോക്കി ആദ്യത്തെ കൃഷ്ണവേഷം, രണ്ടാമത്തെ പച്ചവേഷം, മൂന്നാമത്തെ നോക്കി ശ്രീരാമൻ്റെ വേഷം, ഇത് ശിവൻ്റെ വേഷം, നരസിംഹം, ഹനുമാൻ, രാവൺ, ഗരുഡൻ, ഇങ്ങനെ 14 വേഷങ്ങൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. സീലിംഗ് നോക്കിയാൽ സീലിംഗെല്ലാം ഈട്ടിയാണ്. 80 മുറി 80 ഡിസൈനിൽ പണിതിട്ടുണ്ട്. വീട്ടിയാണ് പറയാം, ചെമ്മരം, ഇതെല്ലാം ചെമ്മരം. 80 മുറി 80 ഡിസൈൻ. നോക്കിയാൽ ഇത് അമ്പാരിയാണ്. ആനയും അമ്പാരിയും. ആനപ്പുറത്ത് മുമ്പ് രാജാവ് ഇരിക്കാൻ ഉപയോഗിക്കുന്ന സീറ്റാണ് അമ്പാരി. ആനയും അമ്പാരിയും. ഇത് പല്ലക്ക്. ആനയുടെ മണ്ടക്കിരിക്കും. അത് പല്ലക്ക്. വിളക്കുകള് സാൻഡിലിയർ ബെൽജിയം ക്രിസ്റ്റൽ ആണ്. അന്ന് യൂസ് ചെയ്തത് ക്യാൻഡല്, ഇപ്പൊ അതിന് ഇലക്ട്രിസിറ്റി ആയി. ഇത് പല്ലക്കം. നോക്കിയതിന് ദൂതൻ കഥകളിയുടെ മെസ്സഞ്ചറാണ്. നോക്കിയത് കത്തി താടി, അതിന് താടി വേഷം. വീരു കഥകളിയുടെ ജോക്കറാണ്, കൊമേഡിയനാണ്.
നോക്കിയത് രാക്ഷസവേഷം, ഡീമൺ ക്യാരക്ടറും രാക്ഷസവേഷവും. ഈ നിലക്കണ്ണാടികൾ നോക്കിയേ, ഈ നിലക്കണ്ണാടികൾ അന്ന് വെനീസിൽ നിന്ന് കൊണ്ടുവന്ന നിലക്കണ്ണാടി, ഇറ്റാലിയൻ മിററാണ്. എൻ്റെ പ്രത്യേകത നമ്മുടെ ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ സിൽവർ കോട്ടിങ്ങും നമ്മളിവിടെ കണ്ണാടിയുടെ പിറകിൽ മെർക്കുറി കോട്ടിങ്ങുമാണ്. ഇത് സിൽവറാണ്. അതുപോലെ ഇതും ആനക്കൊമ്പുകൾ, ആനത്തന്തകൾ അന്ന് കളക്ട് ചെയ്ത തിരുവിതാംകൂറിന്റെ മഹാരാജ വിജയദേവർ പുത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 25 ആനക്കൊമ്പിൽ ഒരു സിംഹാസനം നിർമ്മിച്ച് നോക്കി ക്വീൻ വിക്ടോറിയയ്ക്ക് ലണ്ടനിൽ ഗിഫ്റ്റ് കൊടുത്തു. വിക്ടോറിയ രാജ്ഞിക്ക് അവിടെ എഴുതിയിട്ടുണ്ട് ഐവറി ത്രോൺ ഗിഫ്റ്റഡ് ടു ക്വീൻ വിക്ടോറിയ ബൈ ട്രാവൻകൂർ. അന്ന് ബ്രിട്ടന്റെ ജനറലാണ് ആ നിൽക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് സ്വീകരിച്ചു, ധരിക്കുന്നു സിംഹാസനം. അതിന് ഇംഗ്ലണ്ടില് വിക്ടോറിയയുടെ പാലസ് നടക്കുന്ന ഇവിടെ ഫോട്ടോ ഇല്ല. എനിക്ക് അത് സ്കെച്ചിൽ വരച്ചു. സ്കെച്ചിൽ നോക്കി പ്രത്യേകത ഉണ്ട്, എല്ലാവരുടെ തലയുടെ മുകളിലെ നമ്പറുണ്ട്. അതേ നമ്പർ താഴെ ബോർഡിൽ നോക്കിയാൽ പേര് ഇവിടെ ഉണ്ട്. ആ പങ്കെടുത്ത ആൾക്കാരുടെ അതേ നമ്പർ. 1851 സ്കെച്ച്. ഒരു വർഷത്തിന് ശേഷം 1852 ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ലൂയിസ് നോക്കി കളറിങ് ഓയിൽ പെയിന്റിങ്ങിലെ ക്യാൻവാസിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കളക്ഷൻസ് വാട്ടർ സമ്പ്രദായം അറിയാമല്ലോ, കൊടുക്കൽ വാങ്ങൽ. നോക്കിയാൽ അതിൻ്റെ പീരീഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 1654 ചൈനയിൽ നിന്ന് കളക്ട് ചെയ്ത പോർസിലെയിൻ 1600 ഒന്ന് ആലോചിച്ച് നോക്കിയേ. പോർസിലെയിനും പോട്ടറി ലണ്ടൻ ചൈന. നോക്കി അവിടെ 1720 ജർമ്മനിയിൽ നിന്ന് കളക്ട് ചെയ്ത മൈസിൻ. നോക്കി അവിടെ 14th സെഞ്ചുറിയുടെ സംഘാനശ്രീ സൗത്ത് ചൈന. നോക്കി 18th സെഞ്ചുറിയുടെ നിപ്പോൺ, ജപ്പാൻ, ക്രിസ്റ്റല്. നോക്കി ഒത്തുമയുണ്ടോ? നമ്മളുടെ 80 റൂമിൻ്റെയും സീലിംഗ് എല്ലാം ഡിഫറൻ്റ് ആണ്. ഓരോ റൂമും ഓരോരുത്തരും ഭരിച്ചിരുന്ന പീരീഡും അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ തിരുവിതാംകൂറിന്റെ ഫൗണ്ടർ സ്ഥാപിക്ക് HH എന്ന് എഴുതിയിരിക്കുന്ന ഈ ഹൈനസ് എന്നാണ്. അടുത്ത ജനിച്ച നക്ഷത്രമാണ് ആനിഷം. തിരുനാള് സർണൈമ മാർത്താണ്ഡവർമ്മ മഹാരാജ്. നോക്കിയ സെക്കൻഡ് കാർത്തിക തിരുനാൾ രാമവർമ്മ. എല്ലാവരുടെ പേരും അവർ ജനിച്ച നക്ഷത്രത്തിനാണ്. കാർത്തിക തിരുനാള് അദ്ദേഹം 58 മുതൽ 98 വരെ ഭരിച്ചു, 40 വർഷം. സെക്കൻഡ് പ്രത്യേകത ആദ്യത്തെ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകനാണ്. രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആളോ ഇദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകനാണ്. ഇതൊക്കെ ഇവിടെ മരുമക്കത്തായ ഭരിക്കുന്ന രാജാവിന്റെ മക്കൾക്കൊന്നും അധികാരമില്ല, പെങ്ങളുടെ മക്കൾക്ക് അധികാരം. അക്ക പയ്യനക്ക് പവർ, രാജ പയ്യനക്ക് പവർ കളയാൻ. കാരണം ഒരു ക്വസ്റ്റ്യൻ, പെങ്ങളില്ല എന്ത് ചെയ്യും? രാജകുടുംബത്തിൽ പെങ്ങളില്ലെങ്കിൽ അവരൊരാളെ അഡോപ്റ്റ് ചെയ്യും, ദത്തെടുക്കും. എന്നിട്ട് കിങ്ഡം അവർക്ക്, അവരുടെ മക്കൾക്ക് അധികാരം. അതാണ് മരുമക്കത്തായ. നോക്കി അത് കഴിഞ്ഞ് പെങ്ങളെ ഭരിച്ചു. നോക്കിയ രണ്ടുപേര്. കാരണം അടുത്ത അവകാശം നോക്കിയേ ഭരിക്കേണ്ട ആള് കുട്ടിയായിരുന്നു. അപ്പോൾ വേറെ ആർക്കും ഭരിക്കാൻ പറ്റില്ല. അപ്പം അമ്മ തന്നെ 16 വയസ്സ് വരെ, 17ാമത്തെ വയസ്സിൽ മഹാരാജാവ്. ഇതാണ് സ്വതന്ത്രം കേട്ടോ. 1813 ജനിച്ചു, 46 മരിച്ചു. 33 വയസ്സാണ്. എന്നാൽ ആലോചിച്ച് നോക്കി, 33 വയസ്സില് ഒരു 15-17 വർഷം കുട്ടിക്കാലം. 33 വയസ്സില് റൂളർ ആർട്ടിസ്റ്റ് 80 മുറി കൊട്ടാരങ്ങളും. എത്ര ജീവിതം നോക്കി. നോക്കിയ ഇവിടെ നോക്കി ഈ റൂമില് ശ്രദ്ധിക്കുക. നോക്കിയ ഈ റൂമില് അദ്ദേഹത്തിന്റെ പൂജാ റൂമിൽ വരുന്ന വിഗ്രഹങ്ങളുടെ കളക്ഷൻസ്. പക്ഷെ ഇത് പ്രത്യേകം നോക്കി 9th സെഞ്ചുറി, 9ാം നൂറ്റാണ്ട് ചോള പീരീഡ്, ചോള രാജാക്കന്മാരുടെ കാലത്തുള്ള ബ്രോൺസാണ്. 9. ഇപ്പൊ എത്ര നോക്കി? 21. എത്ര വർഷമായി നോക്കി. ഇതിന് പുറത്ത് അമ്പലത്തില് ഉള്ളില് ആനന്ദശേരി.
വാ വീട് തൊട്ടിലുകളാണ് ഇവിടെ ഇരിക്കുന്നത്. കുട്ടികളുടെ തൊട്ടില എന്തിനാ നിർമ്മിച്ചിരിക്കുന്നത് നോക്കി, ഐവറി ആനക്കൊമ്പിലാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. കൊമ്പ് പീസാക്കി കട്ട് ചെയ്തെടുത്താണ് തൊട്ടില നിർമ്മിച്ചിരിക്കുന്നത്. അതിന് കളർ കൊടുത്തു. നോക്കിയാൽ തൂക്കിയിടുന്ന ഹൂക്കുണ്ട്, സീലിങ്ങിൽ തൂക്കിയിട്ട് കുട്ടികളെ കടത്തി ആട്ടുന്ന തൊട്ടിലാണ്. ആനക്കൊമ്പിൽ നിർമ്മിച്ച കുട്ടികളുടെ തൊട്ടില് സ്ഫടികത്തിലുണ്ടായ സിംഹാസനം, ക്രിസ്റ്റൽ തോൾ. ഐവറി തോൾ, 25 ആനക്കൊമ്പുകൾ. സ്ഫടികത്തിന്റെ സിംഹാസനം, സ്ഫടികം. ഇത് തിരുവിതാംകൂറിന്റെ ലാസ്റ്റ് റൂളർ, അവസാനത്തെ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ജനനം 1912, മരണം 1991 ജൂലൈ 20. ഭരണകാലം 1931 മുതൽ 49 വരെ തിരുവിതാംകൂർ ഭരിച്ചു. അത് കഴിഞ്ഞു 49 മുതൽ 56 വരെ ആദ്യത്തെ ഗവർണറാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ചാൻസലറായിരുന്നു അദ്ദേഹം. നമ്മുടെ തിരുവിതാംകൂറിന്റെ ആർമിയാണ് ഇപ്പോഴത്തെ മദ്രാസ് റെജിമെന്റ്. എൻ്റെ ആദ്യത്തെ ആർമിയുടെ ചീഫ് മഹാരാജാവായിരുന്നു. SBT, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഫൗണ്ടർ, നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ഫൗണ്ടർ, KSRTCയുടെ ഫൗണ്ടർ, എയർപോർട്ട് ട്രിവാൻഡ്രത്തിന്റെ ഫൗണ്ടർ, ശ്രീ ചിത്തിര തിരുനാൾ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫൗണ്ടർ, ക്ഷേത്ര പ്രവേശന വിളംബരം 36 നടത്തിയത്, ആലുവ FACT, ടൈറ്റാനിയം, SVT, SIT ഹോസ്പിറ്റൽ, സെക്രട്ടേറിയറ്റ് ഒക്കെ ചെയ്തു. 91 മരിച്ചു. ഈ പെയിന്റിങ്ങിന്റെ ഒരു പ്രത്യേകത, ഇതൊരു 3 ഡയമെൻഷൻ പെയിന്റിംഗ് ആണ്. 3D. നമ്മൾ എവിടെ ചെന്ന് നിന്ന് അദ്ദേഹത്തിന്റെ ഫേസ് ചെയ്താലും അദ്ദേഹത്തിന്റെ ഫുൾ ബോഡി, ഷൂസ് വരെ നമ്മൾ ഏത് ഡയറക്ഷനിൽ പോകണോ ആ ഡയറക്ഷനിൽ, എന്ത് ഡയറക്ഷനിൽ പോയി രാജ ഉங்களை பார்ப்பாரு. அப்படியே പെയിന്റിങ്. ഇത് റഷ്യൻ ആർട്ടിസ്റ്റ് റോറിച്ചിന്റെ പെയിന്റിങ്. റഷ്യൻ പെയിന്ററാണ് വരച്ചിരിക്കുന്നത്. റോറിച്ച് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് ഫിലിം ആക്ടറായിരുന്ന ദേവിക റാണിയുടെ ഹസ്ബൻഡാണ്. അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ മനാലിയിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിനെ കൊണ്ട് ഉറപ്പിച്ചതാണ് പെയിന്റിങ്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ അന്നത്തെ പോർച്ചുഗീസ് സേന, പോർച്ചുഗീസ് പിന്നെ ഡച്ചായി, ഹോളണ്ടായി, ഇപ്പം നെതർലൻഡാണ്. ഈ ഡച്ചുകാരനായിട്ട് നടന്ന കുളച്ചൽ യുദ്ധം, ആ കുളച്ചൽ യുദ്ധത്തില് ഡച്ചുകാരെ തോൽപ്പിച്ചിരുന്നു മാർത്താണ്ഡവർമ്മ. അന്ന് അവരിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കുകൾ അവരുടെ ഗണ്ണുകളാണ്, ഡച്ച് ആർമിയുടെ. ഇത് നോക്കിയത് ഡച്ച് ക്യാപ്റ്റന് യൂസ് ചെയ്ത ഗണ്ണുമാണ് ഈ വലുത്. അദ്ദേഹം ക്യാപ്റ്റൻ, അദ്ദേഹം സറണ്ടറായി. നോക്കിയോ, ഇത് മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹം ഡിഫീറ്റ് ചെയ്ത ഡച്ചിന്. ഇതെല്ലാം അവരിൽ നിന്ന് പിടിച്ചെടുത്തു. അന്ന് യൂസ് ചെയ്തിരുന്ന ലൈബ്രറിയാണ് അദ്ദേഹത്തിന്റെ. ലൈബ്രറി നോക്കി ബുക്ക് വയ്ക്കുന്ന ഷെൽഫുകൾ. ഈ താമരയുടെ സീലിംഗ് നോക്കിയേ, ഇത് മരമാണ് കേട്ടോ, കൊത്തുപണിയൊക്കെ മരത്തില്ല, തേക്കാണ്, ടീക്കൂട്ടാണ്, തേക്ക് മരമാണ്. കളറോ വെജിറ്റബിൾ കളറ്, ഓർഗാനിക് കളർ, നാച്ചുറൽ കളേഴ്സിൻ്റെ അകത്തെ പെയിന്റിംഗ് ആണ്. അതുപോലെ നോക്കി ഇതിൻ്റെ 4 വാതിൽ. എന്താ 4 വാതിൽ? 4 വാസല്. കാരണം പാലസ് 80 റൂമാണ്. 20 ഈസ്റ്റ്, വെസ്റ്റ് 20, നോർത്ത് 20, സൗത്തിൽ ഇത് സെൻറ്റർ. പാലസിൻ്റെ സെൻറ്ററാണ് ലൈബ്രറി. ആനക്കൊമ്പുകളുടെ കളക്ഷൻസ്. ആനക്കൊമ്പുകൾ നോക്കിയാൽ ഈ കൊമ്പുകൾ എത്ര വലുതെന്ന് നോക്കിയേ. ആന ചരിഞ്ഞിട്ടെടുക്കുന്നതാണ്. ചരിഞ്ഞിട്ടെടുക്കുമ്പോഴുള്ള പ്രത്യേകത പറഞ്ഞാൽ ഫുൾ കൊമ്പ് കിട്ടും. നോക്കിയേ, ഇത്രയാണ് പുറമേ ഉള്ളത്. ഇതിൻ്റെ 60% പുറമേ. നോക്കിയാൽ ആ വൈറ്റ് വേർഷൻ തലയ്ക്കുള്ളിലിരിക്കുന്ന വേർഷനാണ്. അത് കളക്ട് ചെയ്തത് ആന ചരിഞ്ഞാൽ 3 മാസം വെയിറ്റ് ചെയ്യും. ബോഡിയൊക്കെ ഡീകംപ്രോസ്ഡ് ആയാൽ മാത്രമേ ഇങ്ങനെ എടുക്കാൻ പറ്റൂ. ബോഡിയൊക്കെ ജീർണിച്ച് അസ്ഥികൂടാവണം.
അപ്പോഴാണ് കൊമ്പ്. ഇന്നങ്ങനെയല്ല, ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊമ്പെടുത്തിട്ട് ബോഡി കളയും. ഇന്നങ്ങനെയാണ്. അതുപോലെ ഇത് വിളക്കുകൾ, ഓയിൽ ലാമ്പുകൾ, അന്ന് യൂസ് ചെയ്തിരുന്ന വിളക്കുകളുടെ ഓപ്ഷൻസ് ഉണ്ട്. ആനക്കൊമ്പുകൾ നോക്കിയത് അന്ന് പബ്ലിക് അനൗൺസ്മെന്റിന്, റോയൽ അനൗൺസ്മെന്റിന് യൂസ് ചെയ്തിരുന്ന കലായി. പക്ഷേ ഇത് എന്താ പറയും, എന്നാ വലിയ ആനക്കൊമ്പ്. ഇത് ഫുൾ ആനക്കൊമ്പ, സ്കള്ളിൽ നിന്ന് എടുത്തിട്ട് ഡിസ്ട്രാക്ട് ചെയ്തെടുത്ത ആനക്കൊമ്പ്. വലിയ ഊഞ്ഞാൽ. ഇത് മിററാണ്, അതും മിററാണ്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് നോക്കി. രാജാക്കന്മാര് ഡിന്നർ കഴിക്കുമ്പോൾ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിരുന്ന സ്റ്റാൻഡാണ്. ഈ കൈകളിലൊക്കെ ക്യാൻഡിൽ എത്തിച്ച് വയ്ക്കും. അത് നോക്കി കൊമ്പിലും വെള്ളിയിലും നോക്കി. ആനക്കൊമ്പില് പാവയ്ക്കുണ്ട്, മാംഗോ ഉണ്ട്, ചർച്ചുണ്ട്, ജിറാഫുണ്ട്, ആനയുണ്ട്, മയിലുണ്ട്, എല്ലാം ആനക്കൊമ്പിൽ പറഞ്ഞതാണ്. കൊമ്പില് നോക്കി അവിടെ അന്നത്തെ പൂജാ റൂമിലെ കെണ്ടി കിടക്കുന്നത് നോക്കി. ഗ്ലാസ്സില് ഈ കാണുന്നതൊക്കെ ഓയിൽ ലാമ്പുകള്, എംബ്ലം. ഞാൻ ഈ ഡയറക്ഷൻ 20 റൂം പറഞ്ഞു. 55 ക്ലോസ്ഡാണ്, റിനോവേഷൻ നടക്കുന്നു. दिखता नहीं कुछ 6000 का करीब। ഗിഫ്റ്റ് ഐറ്റംസുകളാണ്. ഗിഫ്റ്റുകള് നോക്കിയാൽ മാസ്ക് ടിബറ്റിന്റെ ആണ്. ഇന്നത്തെ മാർഷ്യൽ ആർട്സിന്റെ ആയുധങ്ങളാണ്. മാർഷ്യൽ ആർട്സിന്റെ കോളേജിൽ ആ നൂറ്റാണ്ടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാഡുകൾ. ഇത് ഗിഫ്റ്റ് ഐറ്റംസുകളാണ്. ഹെർക്കുലീസ് ഗ്രീക്കിന്റെ ദേവനാണ്, ഗിഫ്റ്റാണ്. ഇത് നേപ്പാൾ മഹാരാജാവ് അന്ന് സ്വാതന്ത്ര്യം കൊടുത്ത ഇവിടുത്തെ നാഷണൽ ബേർഡ് ഇമു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു മ്യൂസിക്കൽ ട്രീ ആണ്. നമുക്കിത് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റും. സീലിംഗ് ഗ്ലാസ് ആണ്, മിററാണ്. നമുക്കിത് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഗിഫ്റ്റാണിത്. സൂര്യ ഘടികാരത്തിന്റെ മിനിയേച്ചർ മോഡലാണ്. ഇതിന്റെ ഒറിജിനൽ എന്ന് കാണാൻ പറ്റും. ഡൽഹി പിയാൻ ജന്തർ മന്ദറിൽ ഇരിപ്പുണ്ട്. ജയ്പൂർ പോയാലോ ഇതിന്റെ ഒറിജിനൽ കാണാൻ പറ്റും. നമുക്ക് ഇതാണ് മഹാരാജാവ് യൂസ് ചെയ്ത അന്നത്തെ സംഗീതോപകരണങ്ങൾ. സ്വാതിലാൽ മഹാരാജാവിന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇറ്റാലിയൻ മാർബിളും കൊണ്ട് നിർമ്മിച്ച സ്റ്റാച്യൂസ്. അപ്പോൾ അന്നത്തെ ഡിവോട്ടീസ് ആണെല്ലാം തോന്നുന്നു. സീലിംഗ് അടുത്ത വേറെ വെറൈറ്റി സീലിംഗ് ആണ്. ഇഷ്ടംപോലെ. ഇത് പത്മനാഭസ്വാമി കൂടെ കൃഷ്ണ, രാമ, സ്റ്റാൻഡിംഗ് ഗോഡ്, ദേവി, പാർവതി, നരസിംഹ, വിഷ്ണു, കൃഷ്ണ, ബലരാമൻ, ഗണപതി.
ഒറ്റ പീസ് തടിയിൽ കൊത്തിയ ഒരു ടേബിൾ മിറർ. മറ്റൊരു ഡ്രസ്സിംഗ് ടേബിളാണ്. അതിന്റെ കാർവിംഗും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണാണ്. ഇതാണ് വിളംബരം നടത്താൻ നമ്മൾ ഉപയോഗിച്ചിരുന്ന പെരുമാറ അനൗൺസ്മെന്റ്, പബ്ലിക് അനൗൺസ്മെന്റിന്റെ വിളംബരം. ഇത് പണ്ട് വിളംബരം ചെയ്യുന്ന കൊട്ടിക്കൊണ്ടിരുന്ന ഡ്രം പോലത്തെ, അത് കണ്ട വിളംബരം ചെയ്യും. ചന്ദനത്തിൽ നിർമ്മിച്ചതാണ്. പാർത്ഥസാരഥി സ്റ്റാച്ചു ആണ് ഇതിൻ്റെ. ഇത് ശ്രീരാം, ഇത് ഹനുമാൻ. മരതകം ചെടിയല്ലല്ലോ. മരതകം കല്ലിലെ പുറത്തോട്ടാണ് പുറമേക്ക് നോക്കിയേ. കൊട്ടാരത്തിന്റെ 55 മുറികൾ, 55 റൂം ഇപ്പോഴും അടഞ്ഞു കിടപ്പുണ്ട്. 25 മ്യൂസിയം. നോക്കി ഇതെല്ലാം ചൈനയുടെ പോസിനെയും ഉപ്പുമാറുകൾ അന്നത്തെ. എംബ്രോയിഡറി വർക്കിൽ ചെയ്ത് എംബ്രോയിഡറി. പിന്നെ മെറ്റീരിയൽ നോക്കിയേ. ഗോൾഡിന്റെ സിൽവറിന്റെ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്വർണ്ണം, വെള്ളി, നൂലില് ഫ്രെയിമോ ആനക്കൊമ്പലും. സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, ഗോൾഡ്, സിൽവർ, എംബ്രോയിഡറി വർക്കാണ്. ജെറി വർക്ക്, ഫ്രെയിം, ആനക്കൊമ്പ്. ഇത് ഔട്ട്സൈഡ് ടെമ്പിൾ, ഇതൊക്കെ പെയിന്റിംഗ് ആണ്. സ്വർണ്ണം നൂല് കൊണ്ട് അന്നത്തെ ഡാൻസിങ് ഹാൾ. രാജാവ് വരുന്ന ചപ്രപഞ്ചക്കെട്ടില് പെർഫോമൻസ് ഇവിടെ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ നടന്നു ചെയ്യുമ്പോൾ. അതുപോലെ ഗ്രില്ല് പ്രത്യേകത. ഇവിടെ നമുക്ക് പുറത്തോട്ടാണ്, പുറത്തുനിന്ന് അകത്തേക്കാണ്. ഇന്ത്യയിൽ വെളിപ്പാക്കണം, വെളിയിൽ ഉള്ളപ്പാക്കാൻ முடியாது. അപ്പഴേ ഗ്രില്ല് ഇവിടെ അങ്ങോട്ടാണ്, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അങ്ങനെയാണ് നിർമ്മിച്ചത്. ഓക്കെ, സ്ക്വയർ മീറ്റർ ആണ് ബിൽഡിങ്. നിർമ്മിക്കാൻ എടുത്ത വർഷം 4 വർഷം. 20,000 ചില്ലാണ് സ്ക്വയർ ഫീറ്റ്. ഒരു ടെക്നോളജി, ഒരു മെഷീനറി ഒന്നുമില്ലാത്ത കാലത്ത് 4,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് വികസിക്കുന്ന വർഷമുണ്ട്. എല്ലാ ടെക്നോളജിയും ഉണ്ട്. 4 വർഷം. പക്ഷെ 1000 വർക്കേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. 1000 വർക്കേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ പാലസ് യൂസ് ചെയ്തത് 1 ഇയറാണ്, 1 വർഷം. അത് 33 വയസ്സിൽ മരണപ്പെട്ടു. ഈ 33 മരിച്ചതിന് ശേഷം ഈ പാലസ് 150 വർഷം അടച്ചിട്ടുണ്ട്. റീസൺ വാസ്തുദോഷം. ഇത് പണ്ടൊക്കെയുണ്ടായ വാസ്തുദോഷമാണ് അദ്ദേഹത്തിന് അകാല മരണം എന്ന് റോയൽ ഫാമിലി ഡിസൈഡ് ചെയ്തു. ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഉറങ്ങി എണീറ്റിട്ടില്ലെന്നാണ്. സ്ലീപ്പിംഗ് നെവർ വോക്കപ്പ് എന്നാണ് അതിന് കണ്ടെത്തിയ റീസൺ. വാസ്തുദോഷം. ഓക്കെ, നമ്മൾ അവർ കണ്ടെത്തിയ റീസണാണ്. നമ്മൾ മൊത്തത്തിലുള്ള ചരിത്രത്തെ ഒന്ന് കണ്ണോടിച്ച് നോക്കി. ഇദ്ദേഹത്തിനെ പോലുള്ള വ്യക്തികൾക്കെല്ലാം ചരിത്രത്തിൽ ആയുസ് കുറവാണ്. ഓക്കെ, അദ്ദേഹം 33 വയസ്സിൽ മ്യൂസീഷ്യൻ, കമ്പോസർ, സിംഗർ, റോളർ, ആർട്ടിസ്റ്റ്. 400 മ്യൂസിക്, 9 ഭാഷ, 80 മുറി, എല്ലാം 33. നമ്മളും അവരായിട്ടൊന്ന് താരതമ്യം, നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കി. നമ്മളൊരു ജന്മമാണല്ലോ. അവരെ 33. ശങ്കരാചാര്യന് 32 വയസ്സാണ്. എന്തിനാ? യേശുദേവന് 33 വയസ്സാണ്. അലക്സാണ്ടർ, ഭഗത് സിംഗ്, കുമാരനാശാൻ, തമിഴ്നാട് ഭാരതിയാർ, ശിവജി മർക്ക്, എത്രയോ പേര് നോക്കി. പക്ഷേ അവരൊക്കെ ഒരു തലമുറ ചെയ്യേണ്ടതെല്ലാം ഷോർട്ട് പീരീഡ് ചെയ്തു പോയവരാണ്. പ്രത്യേകത, അവർ നേരത്തെ കടന്നുപോയി, പക്ഷെ അവരിന്ന് ജീവിച്ചിരിക്കും. നമ്മളെക്കുറിച്ച് നോക്കി, നമ്മൾ കടന്നുപോയി എത്ര നാൾ ആൾക്കാർ ഓർക്കും നമ്മളെ. വലിയൊരു പാസേജാണ്. ഇവിടെ നിന്ന് കുതിരമാളിക. ഇതിൻ്റെ മണ്ടയ്ക്ക് ഫുൾ തടിയാണ്. നല്ല ലൈറ്റ് എനിക്കിഷ്ടം.
ഒന്നും കാണത്തില്ല. കുതിരമാളിക എന്നാണ് എന്നെ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ സൈഡിലോട്ടൊക്കെ ഉണ്ടോ 122 കുതിര ഇതേണ്ടോ ഇങ്ങനെ കറങ്ങി. ഇതൊക്കെ ആ ഫ്രണ്ട് ഇതെല്ലാം കുതിരയാണ്. ഇതേണ്ടോ സൈഡില് മരത്തില് ഈ തേക്ക് മരത്തിൽ ഈ കുതിര. അതുകൊണ്ടാണ് കുതിരമാളിക എന്ന് പേര് വരാനും കാരണം. നോക്കി ഇത് അന്നത്തെ പണ്ഡിത സദസ്സാണ്. പണ്ഡിതന്മാര്, വിദ്വാൻമാര്, സ്കോളേഴ്സുകള്, ഡിബേറ്റുകള്, ചർച്ചകൾ നടത്തിയിരുന്ന അസംബ്ലി മാതിരി. അതുപോലെ പുത്തുണി നോക്കി എന്താ പറയുന്നത് നോക്കി. അതിലും ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട്. ഡീറ്റെയിൽ നോക്കി ആ കോർണറിലൊക്കെ ഈഗിളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ റൗണ്ട് നോക്കി ഡ്രാഗൺ ഉണ്ട്. മൂന്നാമത് നോക്കി ഇവിടെ ആന. നാലാമത് ഇവിടെ നോക്കി തലകായിട്ട് പാരറ്റ്, തത്ത. ഇങ്ങനെ ഡീറ്റെയിൽ ഫുള്ള് റൗണ്ടും പാരറ്റ്, എലിഫന്റ്, ഡ്രാഗൺ, ഈഗിള് എന്തെല്ലാം തുണി നോക്കി. ഇങ്ങനെ 80 മുറിയിൽ നിർമ്മിക്കാൻ 4 വർഷം. ഇത് അന്നത്തെ പണ്ഡിത സദസ്, പണ്ഡിതന്മാര്, വിദ്വാൻമാര് സദസ്. ഇനി സംഗീത സദസ്. ഞങ്ങളത് മറ്റേ ഒരു വഴി കൂടെ പൊക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് ഗൈസ്. സ്വാതി തിരുനാൾ. സ്വാതി നക്ഷത്രം തിരുനാള് ഗൈസ് ഓരോ സ്ഥലത്തും ഓരോ കൊത്തുപണിയാണ് ഗൈസ്. സ്വാതി തിരുനാള്, ചിത്തിര തിരുനാള്, ഉത്തരം തിരുനാള് എല്ലാ നക്ഷത്രത്തിലാണ്. അദ്ദേഹത്തിന്റെ സംഗീത സദസ്സായിരുന്നു, മ്യൂസിക്കൽ ഹാള്. ഞാൻ നോക്കി അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇവിടെ ഉണ്ട്. നോക്കി മ്യൂസീഷ്യൻ, സ്കോളർ, കമ്പോസർ. നോക്കി 400 കമ്പോസിഷൻ, 400 മ്യൂസിക്. ഭാഷ മലയാളം, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ബംഗാളി, ഒറിയ, ഹിന്ദി, മറാഠി, ഇംഗ്ലീഷ്. ഇത് കമ്പോസിങ് ചേമ്പറാണ്, ഇൻസ്പിറേഷനാണ്, മെഡിറ്റേഷന്, ധ്യാന റൂമാണ്. കാരണം ഇവിടെ ഇരുന്ന് ഇവിടെ വയ്ക്കാൻ കാരണം ഇവിടെ ഇരുന്ന് നോക്കിയ ക്ഷേത്രവും കൊടിമരൊക്കെ ലൈവാണ്. പത്മനാഭ ക്ഷേത്രം ഇത്രയും അടുത്താണ്. ഇതൊക്കെ നോക്കി ഇവിടെ ഇരുന്ന് കമ്പോസ് ചെയ്യും. കമ്പോസ് ചെയ്യുന്ന മ്യൂസിക് ക്ഷേത്രത്തിന് സമർപ്പിക്കും, ഡെഡിക്കേഷൻ. അതിന് നോക്കി ഇവിടുന്ന് ടെമ്പിളിലേക്ക് പോകാൻ ഒരു സീക്രട്ട് പാസേജ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റും. ഇതൊരു കോറിഡോറും 47 മീറ്റർ അണ്ടർഗ്രൗണ്ടും. ആ വാതിൽ വഴി വെളിയിലോട്ട്. ഈ പാസേജ് രാജകുടുംബയുടെ പ്രത്യേകത അറിയോ? അമ്പലത്തിൽ പറ്റാത്ത പ്രവേശനമില്ല. അവരുടെ പൂജ ടൈമാണ്. 1728 തുടങ്ങി ഇപ്പോഴും ആ ടൈം അവർക്ക് വേണ്ടി മാത്രമുള്ള ടൈമാണ്. 7-8 രാവിലെ. പബ്ലിക്കിനൊന്നും അലോടല്ല. നോക്കി അതാണ് മെയിൻ എൻട്രൻസ്. ഇതുവഴിയാണ് അവർ വരുന്നത്. അതാണ് മെയിൻ എൻട്രൻസ് ഓപ്പൺ ചെയ്യാത്തത്. 2 പാലസ് വെറുതെ അടഞ്ഞു കിടപ്പുണ്ട് അതിനകത്ത്. 3 കൊട്ടാരമാണ്, 22 ഏക്കർ. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം, ഇതിപ്പോഴും രാജകുടുംബത്തിന്റെ ആണ്. ഞാനേ ഒരു പ്രൈവറ്റ് ഗവൺമെന്റ് എംപ്ലോയി. ഗൈസ് ഇതുവഴി പോയി ഗൈസ്. ഇത് നമ്മുടെ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുണ്ട്. അങ്ങോട്ട് പോകുന്നൊരു ടണലാണ്. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ പുതിയ മാളിക. ഇനി എവിടോട്ടോ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് വേണം. ഇത് നമ്മുടെ ഞാൻ തുടരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനെ കുതിരമാളിക എന്ന് വിളിക്കാനൊരു കാരണമുണ്ട്. ഇത് കണ്ടോ, ആ സംഭവം കുതിരയാണ് ഗൈസ്. ആ കുതിര ചാടി 2 കാലുണ്ടോ, ഇത്രയും കുതിര ഇത് ചുറ്റി അത് കണ്ടോ. അവിടെ പോകുന്നതുണ്ടോ. ഇവിടെ വെയിലാണ് ഗൈസ്, കാണത്തില്ല. അതെ ഇങ്ങനെ പോയി. അതിനെയാണ് കുതിരമാളിക എന്ന് വിളിക്കുന്നത്. 122 കുതിരയാണ് ഗൈസ് ഉള്ളത്.